പ്രിയ വിദ്യാർത്ഥികളെ, ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന ചാപ്റ്ററിലെ ഏതാണ്ട് എല്ലാ ടോപ്പിക്കുകളും നാം പഠിച്ചു കഴിഞ്ഞു. ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തിലേക്കാണ് നാം ഇന്ന് പ്രവേശിക്കാൻ പോകുന്നത്. ഇതുവരെയുള്ള ടോപ്പിക്കുകൾ കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ്, ബഡ്ജറ്റ് ലൈനിൽ സംഭവിക്കുന്ന ചേഞ്ചസ്, ബഡ്ജറ്റ് ലൈനിൻ്റെ ഷിഫ്റ്റിംഗ്, ഇവയെല്ലാം നാം പഠിച്ചു കഴിഞ്ഞു. ഇൻഡിഫറൻസ് കർവ്, കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം, അതോടൊപ്പം വിലയും ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കുന്ന ലോ ഓഫ് ഡിമാൻഡ് നാം പഠിച്ചു കഴിഞ്ഞു. ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡിനെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട 4 പോയിൻ്റുകൾ നാം ചർച്ച ചെയ്തു, വിശദമായി പഠിച്ചു. വിലയിലുണ്ടാവുന്ന മാറ്റം മൂലം ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡിലുണ്ടാവുന്ന റെസ്പോൺസീവ്നെസ്സിനെ സൂചിപ്പിക്കുന്ന ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പഠിച്ചു. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിലെ 5 ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ചർച്ച ചെയ്തു. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മെഷർ ചെയ്യുന്നതിന് പെർസെൻറ്റേജ് മെത്തേഡ് ഓഫ് ഇലാസ്റ്റിസിറ്റി, പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിവൈഡഡ് ബൈ ദ പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ് എന്ന സൂത്രവാക്യം ഉപയോഗിച്ചുകൊണ്ട് ഇലാസ്റ്റിസിറ്റിയെ നാം മെഷർ ചെയ്തു. അഥവാ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ എന്ന സൂത്രവാക്യമാണ് നാം ഇതിന് ഉപയോഗിച്ചത്. ഇതിലൂടെ കിട്ടിയ ഇലാസ്റ്റിസിറ്റി കോഎഫിഷ്യൻ്റ് അനലൈസ് ചെയ്തുകൊണ്ട് ഇലാസ്റ്റിസിറ്റിയുടെ ഡിഗ്രിയെ നാം നിർണ്ണയിച്ചു. അതുപോലെ ഇലാസ്റ്റിസിറ്റി എലോങ് എ ലീനിയർ ഡിമാൻഡ് കർവ് മെഷർ ചെയ്യുന്നതിന് വേണ്ടി ബി പി ഡിവൈഡഡ് ബൈ എ മൈനസ് ബി പി എന്ന സൂത്രവാക്യം ഉപയോഗിച്ചുകൊണ്ടും ജോമെട്രിക് മെത്തേഡിലൂടെ ലോവർ സെഗ്മെൻറ്റ് ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെൻറ്റ് എന്ന സൂത്രവാക്യം ഉപയോഗിച്ചുകൊണ്ട് വളരെ ലളിതമായും നാം ഇലാസ്റ്റിസിറ്റിയെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യുന്നത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ നിർണ്ണയിക്കുന്ന, സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. നാം ഒന്ന് ചിന്തിച്ചു നോക്കിയിരുന്നു, ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലായി തുടർച്ചയായി പെട്രോൾ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് തുടർച്ചയായ ദിവസങ്ങളിലും പെട്രോളിയം വില വർദ്ധിച്ചിട്ടും ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡിൽ വലിയ റെസ്പോൺസീവ്നെസ് എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? മറ്റ് പല ഉൽപ്പന്നങ്ങളിലും വിലയിൽ ചെറിയ മാറ്റമുണ്ടാവുമ്പോൾ വലിയ മാറ്റം ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡിൽ സംഭവിക്കുന്നു. ഇവിടെ നേച്ചർ ഓഫ് എ കമ്മോഡിറ്റി ഇലാസ്റ്റിസിറ്റിയിൽ ഗണ്യമായ സ്വാധീനം ചെലുത്തുന്നു. വെദർ ദ കമ്മോഡിറ്റി ഈസ് നെസസറി ഓർ ലക്ഷൂറിയസ് വൺ. ഇതിനനുസരിച്ച് ഇലാസ്റ്റിസിറ്റിയിൽ അഥവാ പ്രൈസ് ചേഞ്ച് മൂലം ക്വാണ്ടിറ്റി ഡിമാൻഡിലുണ്ടാവുന്ന പ്രതികരണശേഷി, റെസ്പോൺസീവ്നെസ് വ്യത്യസ്തമായിരിക്കും. ഉൽപ്പന്നം നെസസറി കമ്മോഡിറ്റീസ് ആണെങ്കിൽ ദർ വിൽ ബി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. എന്നാൽ നേരെ മറിച്ച് പ്രൊഡക്റ്റ് ലക്ഷൂറിയസ് വൺ ആണ് എങ്കിൽ, ഒരു അവശ്യ വസ്തു അല്ല എങ്കിൽ അവയുടെ ഇലാസ്റ്റിസിറ്റി മോർ ഇലാസ്റ്റിക് ആയിരിക്കും. അഥവാ വിലയിലുണ്ടാവുന്ന മാറ്റത്തോട് ഗണ്യമായ രൂപത്തിൽ ഡിമാൻഡ് പ്രതികരിക്കുന്നു. നമുക്ക് ചില ഉദാഹരണങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ജീവിതത്തിലെ നിത്യോപയോഗ വസ്തുക്കളായ
ഭക്ഷ്യവസ്തുക്കൾ, ഇലക്ട്രിസിറ്റി, മെഡിസിൻ, എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ്, ഇൻ്റർനെറ്റ് തുടങ്ങിയ സേവനങ്ങളിൽ ഇത്തരം അവശ്യവസ്തുക്കളിൽ വിലയിലുണ്ടാവുന്ന വർധനവ്, വിലയിൽ ഗണ്യമായ വർധനവുണ്ടായാൽ പോലും അവയുടെ ഡിമാൻഡിൽ വളരെ നേരിയ ചേഞ്ച് മാത്രമേ, വളരെ നേരിയ റെസ്പോൺസീവ്നെസ് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അഥവാ നെസസറി കമ്മോഡിറ്റീസിൻ്റെ വിലയിലുണ്ടാവുന്ന മാറ്റത്തോട് ക്വാണ്ടിറ്റി ഡിമാൻഡിൻ്റെ പ്രതികരണശേഷി ഇന്നിലാസ്റ്റിക് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇതുപോലെയാണോ നമ്മുടെ നാട്ടിൽ വാഹനങ്ങളുടെ വില നിലവാരത്തിൽ മാറ്റമുണ്ടായാൽ സംഭവിക്കുന്നത്? ആഡംബര വസ്തുക്കളായ ഫാൻസി ഉൽപ്പന്നങ്ങൾ, ഡയമണ്ട് പോലെയുള്ള വസ്തുക്കളുടെ വില നിലവാരത്തിൽ മാറ്റം സംഭവിച്ചാൽ ഇതുപോലെയാണോ മാർക്കറ്റിലെ ഡിമാൻഡിൽ മാറ്റം സംഭവിക്കുന്നത്? നമുക്കൊന്ന് ചർച്ച ചെയ്തു നോക്കാം. ഉദാഹരണമായി മോട്ടോർ വാഹന വിപണിയിലെ വാഹനങ്ങൾ, ആർഭാട വസ്തുക്കൾ, ഡയമണ്ടുകൾ, ഫാൻസി ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ വില നിലവാരത്തിൽ ചെറിയ മാറ്റം സംഭവിച്ചാൽ പോലും അവയുടെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഗണ്യമായ മാറ്റത്തിന് ഇടവരുന്നു. അവയുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് വളരെ വലിയ തോതിൽ അവയോട് പ്രതികരിക്കുന്നു. അഥവാ ഇവയുടെ ഡിമാൻഡിൻ്റെ റെസ്പോൺസീവ്നെസ്, അവയുടെ ഇലാസ്റ്റിസിറ്റി മോർ ഇലാസ്റ്റിക് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അഥവാ ഗ്രേറ്റർ ദാൻ 1 എന്ന രൂപത്തിൽ ഇലാസ്റ്റിസിറ്റി കോഎഫിഷ്യൻ്റ് ലഭിക്കുന്ന ഇലാസ്റ്റിസിറ്റിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നേച്ചർ ഓഫ് ദ കമ്മോഡിറ്റി, ഉൽപ്പന്നങ്ങളുടെ സ്വഭാവം, അതിനനുസരിച്ചാണ് മാർക്കറ്റിലെ വിലയിലെ മാറ്റങ്ങളോട് ക്വാണ്ടിറ്റി ഡിമാൻഡ് പ്രതികരിക്കുന്നത്. അതുപോലെ തന്നെ ഇലാസ്റ്റിസിറ്റിയെ നിർണ്ണയിക്കുന്ന മറ്റൊരു സുപ്രധാന ഘടകമാണ് അവൈലബിലിറ്റി ഓഫ് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്, അടുത്ത പ്രതിസ്ഥാപന വസ്തുക്കളുടെ ലഭ്യത. അതിനനുസരിച്ച് വിലയിലെ മാറ്റത്തോട് ഡിമാൻഡ് പ്രതികരിക്കുന്നു. എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്നത് നാം മുൻ ക്ലാസ്സുകളിൽ പഠിച്ചു. ഒരു വസ്തുവിൻ്റെ ഉപയോഗത്തിന് പകരമായി മറ്റൊരു വസ്തുവിനെ പ്രതിസ്ഥാപനം ചെയ്ത് നമ്മുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താൻ സാധിച്ചാൽ അത്തരം ഉൽപ്പന്നങ്ങളെയാണ് നാം സബ്സ്റ്റിറ്റ്യൂട്ട് കമ്മോഡിറ്റീസ് എന്ന് പറയുന്നത്. ഇത്തരം സബ്സ്റ്റിറ്റ്യൂട്ട് കമ്മോഡിറ്റിയുടെ ലഭ്യതയ്ക്ക് അനുസരിച്ച് ഇലാസ്റ്റിസിറ്റിയുടെ റെസ്പോൺസീവ്നെസ് മാറ്റം സംഭവിക്കുന്നു. ഒരു ഉൽപ്പന്നത്തിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് അഥവാ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് മാർക്കറ്റിൽ കൂടുതൽ ലഭ്യമാണ് എങ്കിൽ അത്തരം ഉൽപ്പന്നങ്ങളുടെ വില മാറ്റത്തോട് അവയുടെ ഇലാസ്റ്റിസിറ്റിയുടെ പ്രതികരണശേഷി, ക്വാണ്ടിറ്റി ഡിമാൻഡിൻ്റെ പ്രതികരണശേഷി മോർ ഇലാസ്റ്റിക് ആയിരിക്കും. അവയുടെ മൂല്യം ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഉദാഹരണമായി മാർക്കറ്റിൽ ലഭ്യമായ ശീതളപാനീയങ്ങൾ, തേയില, കാപ്പി, അതുപോലെ നമ്മുടെ നാട്ടിൽ ലഭ്യമായ ഗതാഗത സംവിധാനങ്ങൾ, ഇവയുടെയൊക്കെ വില നിലവാരത്തിലുണ്ടാവുന്ന മാറ്റം മറ്റ് മേഖലയിലേക്ക് ചേക്കേറുന്നതിന്, ഡിമാൻഡ് ഷിഫ്റ്റ് ചെയ്യുന്നതിന് ജനങ്ങളെ പ്രേരിപ്പിക്കുന്നു. ആയതിനാൽ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് അവൈലബിൾ ആയിട്ടുള്ള, ലഭ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് മോർ ഇലാസ്റ്റിക് ആയിരിക്കും. എന്നാൽ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ലഭ്യമല്ലാത്ത ഉൽപ്പന്നങ്ങളുടെ സന്ദർഭങ്ങളിൽ വിലയിലുണ്ടാവുന്ന മാറ്റത്തോട് ക്വാണ്ടിറ്റി ഡിമാൻഡിൻ്റെ ചേഞ്ച് ഇന്നിലാസ്റ്റിക് ആയിരിക്കും. വിലയിൽ കൂടുതൽ വർധനവ് സംഭവിച്ചാലും അത്തരം ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡിലുണ്ടാവുന്ന ചുരുങ്ങൽ വളരെ കുറഞ്ഞ അളവിലായിരിക്കും. അത്തരം ഉൽപ്പന്നങ്ങളുടെ ഇലാസ്റ്റിസിറ്റി ഇന്നിലാസ്റ്റിക് ആയിരിക്കും. ഇപ്രകാരം നേച്ചർ ഓഫ് എ കമ്മോഡിറ്റി, അവൈലബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്
ഈ രണ്ട് ഘടകങ്ങൾ ഒരു ഉൽപ്പന്നത്തിൻ്റെ ഇലാസ്റ്റിസിറ്റിയെ നിർണായകമായി സ്വാധീനം ചെലുത്തുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്രകാരം ഒരു വസ്തുവിൻ്റെ വിലയിലുണ്ടാവുന്ന മാറ്റം മൂലം ഡിമാൻഡിൽ മാറ്റം സംഭവിക്കുമ്പോൾ ഒരു ഉപഭോക്താവിൻ്റെ മൊത്തം എക്സ്പെൻഡിച്ചറിലും മാറ്റം സംഭവിക്കുന്നു. ആയതിനാൽ ഇലാസ്റ്റിസിറ്റിയെ നമുക്ക് എക്സ്പെൻഡിച്ചറിലുണ്ടാവുന്ന മാറ്റത്തിനനുസരിച്ച് ഇലാസ്റ്റിസിറ്റിയെ നമുക്ക് വിശകലനം ചെയ്യാം. മൊത്തം എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഒരു ഉൽപ്പന്നം ഡിമാൻഡ് ചെയ്യപ്പെട്ട ക്വാണ്ടിറ്റിയെ അവയുടെ വില കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ലഭിക്കുന്നു. ആയതിനാൽ വിലയിലുണ്ടാവുന്ന മാറ്റം മൂലം ക്വാണ്ടിറ്റിയിലുണ്ടാവുന്ന മാറ്റം ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ പ്രതിഫലിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാം. ഇപ്രകാരം ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ പ്രതിഫലനങ്ങൾ സംഭവിക്കുന്നതിനാൽ ടോട്ടൽ എക്സ്പെൻഡിച്ചറിനെ വിശകലനം ചെയ്തുകൊണ്ട് ഇലാസ്റ്റിസിറ്റിയുടെ ഡിഗ്രി നമുക്ക് നിർണ്ണയിക്കാവുന്നതാണ്. ഈ മെത്തേഡിനെ എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഓഫ് മെഷറിംഗ് ഇലാസ്റ്റിസിറ്റി എന്നും നമുക്ക് സൂചിപ്പിക്കാം. ഇപ്രകാരം വിലമാറ്റം മൂലം ഉപഭോക്താവിൻ്റെ മൊത്തം എക്സ്പെൻഡിച്ചറിലുണ്ടാവുന്ന മാറ്റത്തെ വിശകലനം ചെയ്തുകൊണ്ട് ഇലാസ്റ്റിസിറ്റി നിർണ്ണയിക്കാം എന്ന ഈ കൺസെപ്റ്റ് പരിചയപ്പെടുത്തുന്നത് ആൽഫ്രഡ് മാർഷൽ എന്ന എക്കണോമിസ്റ്റാണ്. ബൈ കമ്പയറിംഗ് ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് എ കൺസ്യൂമർ ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ പ്രൈസ് ചേഞ്ച് വി ക്യാൻ അനലൈസ് വെദർ ഹിസ് ഡിമാൻഡ് ഫോർ ദ പ്രൊഡക്റ്റ് ഈസ് ഇലാസ്റ്റിക്, വെദർ ഹിസ് ഡിമാൻഡ് ഫോർ ദ പ്രൊഡക്റ്റ് ഈസ് ഇനിലാസ്റ്റിക് ഓർ വെദർ ദ ഡിമാൻഡ് ഫോർ ദ പ്രൊഡക്റ്റ് ഈസ് യൂണിറ്ററി ഇലാസ്റ്റിക്. വില മാറുന്നതിന് മുമ്പ് ഒരു ഉപഭോക്താവിൽ നിന്നും ഉണ്ടായ മൊത്തം എക്സ്പെൻഡിച്ചറും വില മാറിയതിന് ശേഷം ഒരു ഉപഭോക്താവിൽ നിന്നുണ്ടായ മൊത്തം എക്സ്പെൻഡിച്ചറും പരിഗണിച്ചുകൊണ്ട് അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഉൽപ്പന്നത്തിൻ്റെ ഇലാസ്റ്റിസിറ്റിയെ വിശകലനം ചെയ്യാൻ സാധിക്കും എന്നാണ് ഇലാസ്റ്റിസിറ്റി ആൻഡ് എക്സ്പെൻഡിച്ചർ എന്ന ഈ ടോപ്പിക്കിലൂടെ നാം മനസ്സിലാക്കാൻ പോകുന്നത്. ചില ഉൽപ്പന്നങ്ങൾക്ക് ഡിസ്കൗണ്ട് ഓഫറുകൾ, മെഗാ സെയിൽസ് മേളകൾ തുടങ്ങിയവ വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള ഡിസ്കൗണ്ട് മേളകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ പോയിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇത്തരം സന്ദർഭങ്ങളിൽ വിലയിൽ നൽകുന്ന ഇളവുകളെക്കാൾ വലിയ അളവിൽ അത്തരം ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കപ്പെടുന്നു. അഥവാ വിലയിൽ ലഭിച്ച ഇളവിനേക്കാൾ വലിയ അളവിൽ അത്തരം ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾ ഡിമാൻഡ് ചെയ്യുന്നു. അതിനാൽ വിലയിലുണ്ടായ മാറ്റത്തേക്കാൾ വലിയ മാറ്റം ഉപഭോക്താക്കളുടെ മൊത്തം എക്സ്പെൻഡിച്ചറിൽ സംഭവിക്കുന്നു. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് രൂപ അത്തരം മേളകളിൽ ചിലവായിട്ടുണ്ടാകും അല്ലേ? ഇത്തരം സന്ദർഭങ്ങളിൽ ഈ ഉൽപ്പന്നത്തിൻ്റെ ഇലാസ്റ്റിസിറ്റി ഒന്നിനേക്കാൾ വലുതായിരിക്കുമോ അതോ ഒന്നിനേക്കാൾ ചെറുതായിരിക്കുമോ? നമുക്കറിയാം, ഇത്തരം സന്ദർഭങ്ങളിൽ ഇവയുടെ ഇലാസ്റ്റിസിറ്റി കോഎഫിഷ്യൻറ്റ് ഒന്നിനേക്കാൾ വലുതായിരിക്കും, ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും, അഥവാ മോർ ഇലാസ്റ്റിക് ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്രകാരം വിലമാറ്റത്തിന് മുമ്പും ശേഷവുമുള്ള ഉപഭോക്താവിൻ്റെ മൊത്തം എക്സ്പെൻഡിച്ചർ വിശകലനം ചെയ്തുകൊണ്ട് നമുക്ക് ഇലാസ്റ്റിസിറ്റിയെ നിർണ്ണയിക്കാം. എന്നാൽ മറ്റു ചില ഉൽപ്പന്നങ്ങൾ വില വർദ്ധിച്ചാലും വിലയിൽ ഇളവ് നൽകിയാലും ഉപഭോക്താവിൻ്റെ മൊത്തം ചിലവ് യാതൊരു മാറ്റത്തിനും വിധേയമാവാതെ സ്ഥിരമായി നിൽക്കുന്ന ചില ഇനം ഉൽപ്പന്നങ്ങളും നിങ്ങൾക്ക് ആലോചിച്ചാൽ കിട്ടും. അപ്രകാരം വില വർദ്ധിച്ചാലും
വില കുറഞ്ഞാലും ടോട്ടൽ എക്സ്പെൻഡിച്ചർ സ്ഥിരമായി നിൽക്കുന്നു. ഇത്തരം ഉൽപ്പന്നങ്ങളുടെ കേസിൽ ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും? അഥവാ ഇത്തരം ഉൽപ്പന്നങ്ങളുടെ സന്ദർഭത്തിൽ ഇലാസ്റ്റിസിറ്റി കോഎഫിഷ്യൻറ്റ് 1 തുല്യമായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവയുടെ ഇലാസ്റ്റിസിറ്റി യൂണിറ്ററി ഇലാസ്റ്റിക് ആയിരിക്കും. അപ്പോൾ വിലയിൽ വർധനവ് സംഭവിച്ചാലും കുറവ് സംഭവിച്ചാലും ടോട്ടൽ എക്സ്പെൻഡിച്ചർ സ്ഥിരമായി നിൽക്കുന്നു എങ്കിൽ അവയുടെ ഇലാസ്റ്റിസിറ്റി യൂണിറ്ററി ഇലാസ്റ്റിക് ആയിരിക്കും. ഇനി മറ്റൊരു തരം ഉൽപ്പന്നങ്ങൾ വിലയിൽ വർധനവ് സംഭവിച്ചാൽ എക്സ്പെൻഡിച്ചറിൽ വർധനവ് സംഭവിക്കുന്നു. വിലയിൽ കുറവ് സംഭവിച്ചാൽ എക്സ്പെൻഡിച്ചറിലും കുറവ് സംഭവിക്കുന്നു. ഇപ്രകാരം വിലയും എക്സ്പെൻഡിച്ചറിലെ മാറ്റവും ഒരേ ദിശയിലാണ് നീങ്ങുന്നത് എങ്കിൽ അവയെ നമുക്ക് ഇൻഇലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ എന്നും വിളിക്കാം. അവയുടെ കോഎഫിഷ്യൻറ്റ് 1 കുറവ് അഥവാ <1 ആയിരിക്കുകയും ചെയ്യും. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് വിലയും ഇലാസ്റ്റിസിറ്റിയും തമ്മിലുള്ള ഈ ബന്ധം നമുക്ക് വിശദമായി ഒരു ടേബിളിൻ്റെ സഹായത്തോടു കൂടി മനസ്സിലാക്കാം. നാം സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരു ഉൽപ്പന്നത്തിൻ്റെ വിലയിൽ കുറവ് സംഭവിച്ചാൽ, ഉദാഹരണമായി 10% വില കുറയുമ്പോൾ ആ ഉൽപ്പന്നത്തിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് 15% വർദ്ധിക്കുന്നു എങ്കിൽ അതിൻ്റെ ചിലവിൽ വർധനവിന് ഇടയാകുന്നു. ഇത്തരം ഉൽപ്പന്നങ്ങളുടെ ഇലാസ്റ്റിസിറ്റി മോർ ഇലാസ്റ്റിക് ആയിരിക്കും. നാം സ്ക്രീനിൽ കാണുന്ന രണ്ടാമത്തെ ലൈനിൽ ഉൽപ്പന്നത്തിൻ്റെ വിലയിൽ 10% കുറവ് സംഭവിച്ചപ്പോൾ ആ ഉൽപ്പന്നത്തിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ 10% വർധനവുമാണ് സംഭവിക്കുന്നത്. അതിനാൽ മൊത്തം എക്സ്പെൻഡിച്ചർ സ്ഥിരമായി കോൺസ്റ്റൻ്റായി നിൽക്കുന്നു. ഇത് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡിനെയാണ് സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തെ വരിയിൽ പ്രൈസ് 10% കുറഞ്ഞപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ 7% വർധനവുമാണ് സംഭവിക്കുന്നത്. ഇവിടെ മൊത്തം എക്സ്പെൻഡിച്ചറിൽ കുറവും സംഭവിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാം. ഇത്തരം ഉൽപ്പന്നങ്ങളുടെ ഇലാസ്റ്റിസിറ്റി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. നേർവിപരീതമായി വില വർദ്ധിക്കുന്ന ഒരു സന്ദർഭം നാം പരിശോധിച്ചാൽ, ഒരു ഉൽപ്പന്നത്തിൻ്റെ വില വർദ്ധിക്കുമ്പോൾ ആ ഉൽപ്പന്നത്തിൻ്റെ വിലയിലുണ്ടാവുന്ന ശതമാന വർധനവിനേക്കാൾ കൂടിയ രൂപത്തിൽ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ കുറവ് സംഭവിക്കുന്നത് മൊത്തം എക്സ്പെൻഡിച്ചർ കുറയുന്നതിന് കാരണമാകുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ ഈ ഉൽപ്പന്നങ്ങളുടെ ഇലാസ്റ്റിസിറ്റി മോർ ഇലാസ്റ്റിക് ആയിരിക്കും. ഉദാഹരണമായി നാം സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരു ഉൽപ്പന്നത്തിൻ്റെ വില 10% വർദ്ധിച്ചപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ 12% കുറവ് സംഭവിക്കുന്നു. നാം മുമ്പ് പറഞ്ഞ ഉദാഹരണങ്ങൾ പരിശോധിക്കുമ്പോൾ ലക്ഷ്യൂറിയസ് ഉൽപ്പന്നങ്ങളായ കാറ്, ജ്വല്ലറി, ഫാൻസി പോലെയുള്ള ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡിൽ 12% ഇടിവ് സംഭവിക്കുന്നതിന് സാധ്യതയുണ്ട്. അതിനാൽ ഉപഭോക്താവിൻ്റെ മൊത്തം ചിലവ് കുറയുകയും അത്തരം ഉൽപ്പന്നങ്ങളുടെ ഇലാസ്തികത മോർ ഇലാസ്റ്റിക് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി രണ്ടാമത്തെ ലൈനിൽ കാണുന്നത് പോലെ വില 10% വർദ്ധിച്ചപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡിലും 10% തന്നെയാണ് കുറവ് സംഭവിക്കുന്നത് എങ്കിൽ അവയുടെ എക്സ്പെൻഡിച്ചർ മൊത്തം ചിലവ് സ്ഥിരമായി നിൽക്കുകയും യൂണിറ്ററി ഇലാസ്റ്റിക് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നാം മുമ്പ് പറഞ്ഞ ഉദാഹരണത്തിലെ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ, ഫോൺ, ഹോം അപ്ലയൻസസ് എന്നീ ഉപകരണങ്ങൾ
ഈ ഗണത്തിൽ പെടുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മൂന്നാമത്തെ ലൈനിൽ സൂചിപ്പിച്ചതുപോലെ വില 10% വർദ്ധിക്കുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് 8% മാത്രമേ കുറയുന്നുള്ളൂ എങ്കിൽ ഇത്തരം ഉൽപ്പന്നങ്ങളുടെ മൊത്തം ചിലവിൽ വർധനവ് വരുന്നതായി നമുക്ക് മനസ്സിലാക്കാം. നാം മുമ്പ് പറഞ്ഞ ഉദാഹരണത്തിലെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, നെസസറി ഐറ്റംസ്, ഫുഡ്, മെഡിസിൻ, ഇൻ്റർനെറ്റ് പോലെയുള്ള അവശ്യ വസ്തുക്കൾ ഈ ഗണത്തിൽ ഉൾപ്പെടുന്നു. ഇവയുടെ മൊത്തം എക്സ്പെൻഡിച്ചർ വർദ്ധിക്കാനിടയാകുന്നു. ആയതിനാൽ എക്സ്പെൻഡിച്ചറിനെ അനലൈസ് ചെയ്തുകൊണ്ട് ഇത്തരം ഉൽപ്പന്നങ്ങളുടെ ഇലാസ്റ്റിസിറ്റി ഇന്നിലാസ്റ്റിക് ആണ് എന്ന നിഗമനത്തിൽ നമുക്ക് എത്തിച്ചേരാം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെ മുഴുവൻ നമുക്കൊന്ന് സിമ്പിളായി ഒന്ന് സമ്മറൈസ് ചെയ്താൽ, ഒരു ഉൽപ്പന്നത്തിൻ്റെ വിലയിൽ വർധനവ് സംഭവിക്കുമ്പോൾ മൊത്തം ചിലവിൽ വിപരീതമായ മാറ്റമാണ് സംഭവിക്കുന്നത് എങ്കിൽ ഒരു ഉൽപ്പന്നത്തിൻ്റെ വിലയിലുണ്ടാകുന്ന മാറ്റത്തോട് വിപരീത മാറ്റമാണ് മൊത്തം എക്സ്പെൻഡിച്ചറിൽ വരുന്നത് എങ്കിൽ അത്തരം ഉൽപ്പന്നങ്ങളെ നാം ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന നിഗമനത്തിൽ എത്തിച്ചേരുന്നു. രണ്ടാമതായി, വിലയിൽ എന്ത് മാറ്റം സംഭവിച്ചാലും മൊത്തം ചിലവിൽ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല എങ്കിൽ, ടോട്ടൽ എക്സ്പെൻഡിച്ചർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ് എങ്കിൽ അത്തരം ഇലാസ്റ്റിസിറ്റിയെ നമുക്ക് യൂണിറ്ററി ഇലാസ്റ്റിക് എന്ന് വിളിക്കാം. മൂന്നാമതായി, വിലയിലുണ്ടാവുന്ന മാറ്റവും എക്സ്പെൻഡിച്ചറിൽ ഉണ്ടാവുന്ന മാറ്റവും ഒരേ ദിശയിലാണെങ്കിൽ അത്തരം ഉൽപ്പന്നങ്ങളുടെ ഇലാസ്റ്റിസിറ്റി ഇന്നിലാസ്റ്റിക് ആയിരിക്കും. ഈ ഒരു നിഗമനം വെച്ചുകൊണ്ട് നമുക്ക് സിമ്പിളായി എക്സ്പെൻഡിച്ചറിൻ്റെ വിശകലനത്തിലൂടെ ഇലാസ്റ്റിസിറ്റിയെ നിർണ്ണയിക്കാം. ഒരു ടേബിൾ കൂടി നമുക്ക് വിശകലനം ചെയ്യാം. സ്ക്രീനിൽ കാണുന്നത് പോലെ വില 11 നിന്നും 12 വർദ്ധിക്കുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് 60 നിന്നും 50 കുറയുന്നു. അപ്പോൾ മൊത്തം എക്സ്പെൻഡിച്ചർ 660 നിന്നും 600 കുറയുന്നതായി നമുക്ക് കാണാം. ഇവിടെ വില വർദ്ധിച്ചപ്പോൾ എക്സ്പെൻഡിച്ചർ വിപരീത ദിശയിൽ സഞ്ചരിച്ചതിനാൽ ഇലാസ്റ്റിസിറ്റി ഗ്രേറ്റർ ദാൻ 1 അഥവാ ഇലാസ്റ്റിക് ആണ് എന്ന് നമുക്ക് നിഗമനത്തിലെത്താം. വീണ്ടും വില നിലവാരം 12 നിന്നും 15 വർദ്ധിച്ചപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് 50 നിന്നും 40 കുറഞ്ഞു എങ്കിലും മൊത്തം എക്സ്പെൻഡിച്ചർ 600 തന്നെ സ്ഥിരമായി നിൽക്കുന്നതായി നമുക്ക് കാണാം. അതിനാൽ ഇവിടെ ഇലാസ്റ്റിസിറ്റി കോഎഫിഷ്യൻറ്റ് ഈസ് ഈക്വൽ ടു 1 അഥവാ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. വീണ്ടും വില നിലവാരം 15 നിന്നും 21 വർദ്ധിച്ചപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് 40 നിന്നും 30 കുറഞ്ഞു എങ്കിലും മൊത്തം എക്സ്പെൻഡിച്ചർ 600 നിന്നും 630 വർദ്ധിക്കുന്നതായി നമുക്ക് കാണാം. ഇവിടെ ഇലാസ്റ്റിസിറ്റി ലെസ് ദാൻ 1 ആകുന്നു. അഥവാ വിലയിൽ വർധനവ് സംഭവിച്ചിട്ടും മൊത്തം എക്സ്പെൻഡിച്ചറിൽ വർധനവ് സംഭവിച്ചിട്ടുള്ളതിനാൽ ഇലാസ്റ്റിസിറ്റിയെ നാം ഇന്നിലാസ്റ്റിക് ഡിമാൻഡ് എന്ന് വിളിക്കുന്നു. ഇപ്രകാരം വിലയിലുണ്ടാവുന്ന മാറ്റത്തിന് വിപരീത ദിശയിൽ എക്സ്പെൻഡിച്ചറിൽ മാറ്റമുണ്ടായാൽ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്നും, വിലയിൽ മാറ്റമുണ്ടായിട്ടും എക്സ്പെൻഡിച്ചർ സ്ഥിരമായി നിന്നാൽ യൂണിറ്ററി ഇലാസ്റ്റിക് എന്നും, വിലയിലുണ്ടാവുന്ന മാറ്റത്തിൻ്റെ അതേ ദിശയിൽ എക്സ്പെൻഡിച്ചർ നീങ്ങിയാൽ ഇന്നിലാസ്റ്റിക് ഡിമാൻഡ് എന്നും നമുക്ക് വിളിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ ഇതുവരെ നാം പറഞ്ഞത് ഒരു പ്രൊഡക്റ്റിൻ്റെ നേച്ചർ അവയുടെ ഇലാസ്റ്റിസിറ്റിയെ സ്വാധീനിക്കുന്നു. ഒരു പ്രൊഡക്റ്റിനുള്ള സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ ലഭ്യതയും അതിൻ്റെ ഇലാസ്റ്റിസിറ്റിയെ സ്വാധീനിക്കുന്നു. അതുപോലെ എക്സ്പെൻഡിച്ചർ
വിശകലനം ചെയ്തുകൊണ്ട് നമുക്ക് ഇലാസ്റ്റിസിറ്റിയെ നിർണ്ണയിക്കാം എന്നും നാം പഠിച്ചു. ഇതോടുകൂടി നമ്മുടെ ഈ വിശാലമായ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന നമ്മെ സംബന്ധിക്കുന്ന ഒരു കൺസ്യൂമറെ സംബന്ധിക്കുന്ന വിശദമായ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ അധ്യായത്തിൽ നാം ഒരുപാട് കാര്യങ്ങൾ വിശകലനം ചെയ്തിട്ടുണ്ട്. ഒരു ഉപഭോക്താവിൻ്റെ മൊത്തം ഉപഭോഗത്തെ നിർണ്ണയിക്കുന്ന ഉപഭോക്താവിൻ്റെ ബഡ്ജറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഉപഭോക്താവിൻ്റെ യൂട്ടിലിറ്റിയെ നിർണ്ണയിക്കുന്നതിനുള്ള ഇൻഡിഫറൻസ് കർവിനെ കുറിച്ച് പഠിച്ചു. അവ രണ്ടും കൂടി നിർണ്ണയിക്കുന്ന കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയത്തെക്കുറിച്ച് നാം പഠിച്ചു. ലോ ഓഫ് ഡിമാൻഡിനെ കുറിച്ച് നാം പഠിച്ചു. ഡിമാൻഡിൻ്റെ ഇലാസ്റ്റിസിറ്റികൾ നാം പഠിച്ചു. ഇലാസ്റ്റിസിറ്റിയുടെ മെഷർമെൻറ്റുകൾ നാം പഠിച്ചു. ഇവിടെ ഒരു അസൈൻമെൻറ്റ് കൂടി സൂചിപ്പിക്കുകയാണ്. സ്ക്രീനിൽ തന്നിരിക്കുന്ന ഏതാനും ചില ഇനങ്ങളുടെ ഇലാസ്റ്റിസിറ്റി നിർണ്ണയിക്കുകയും എന്തുകൊണ്ട് ആ ഇലാസ്റ്റിസിറ്റി എന്ന് നിങ്ങളുടെ ജസ്റ്റിഫിക്കേഷൻ അടുത്ത കോളത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. അതോടൊപ്പം രണ്ടാമത്തെ അസൈൻമെൻറ്റ് ഒരു ഉൽപ്പാദകൻ്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉൽപ്പന്നത്തിൻ്റെ ഇലാസ്റ്റിസിറ്റി നിർണ്ണയിച്ചപ്പോൾ -0.2 എന്ന അളവ് ലഭിച്ചു എങ്കിൽ ഒരു എക്കണോമിക്സ് വിദ്യാർത്ഥി എന്ന നിലയിൽ പ്രൈസ് പോളിസിയുമായി ബന്ധപ്പെട്ട് എന്ത് നിർദ്ദേശമായിരിക്കും ആ ഉൽപ്പാദകന് നിങ്ങൾ നൽകുക? ഈ രണ്ട് അസൈൻമെൻറ്റുകൾ വിശദമായി ഒന്ന് ആലോചിച്ച് നിങ്ങളുടെ ഉത്തരം രേഖപ്പെടുത്തുക, നിങ്ങളുടെ അധ്യാപകരുമായി പങ്കുവെക്കുക. ഇതോടുകൂടി തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന ചാപ്റ്റർ പൂർണ്ണമായിരിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.